കോഴിക്കോട് പന്തീരങ്കാവിൽ 12-കാരന് മർദ്ദനമേറ്റു. കുട്ടികൾ കളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ഒരു കുട്ടിയുടെ മുത്തശ്ശൻ ഉപദ്രവിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവനും വേറൊരു കുട്ടിയും കൂടി ആ പൊടി ഒരു വാരി എടുത്തിട്ട് കളിക്കായിരുന്നു, ഉരുണ്ട് കളിക്കായിരുന്നു. ആ സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് എൻ്റെ മേത്തിട്ട് തരുമോ. ഞാൻ ഇട്ട് കൊടുത്ത് അവൻ തട്ടി കളഞ്ഞു പോയി. അവൻ്റെ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു എന്താ വായിലുള്ളതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ശങ്കര ഇട്ട ഒരു പൊടിയാണ്. എന്നിട്ട് ഈ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ആരാ ശങ്കർ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മുഖത്ത് 3 പ്രാവശ്യം അടിച്ചിട്ട് കോളറിൽ പിടിച്ച് വലിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അടിച്ചു. അപ്പോഴും കുട്ടി വീഴാൻ പോയപ്പോൾ കോളറി പിടിച്ച് പൊക്കിയിട്ട് പിന്നെ അടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കോളറി പിടിച്ചുകൊണ്ട് അവനെ വലിച്ച് അവരുടെ ഫ്ലാറ്റ് വരെ ആ സ്റ്റെയറിൽ കൂടി വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. അമൽ, ഇതിൽ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്താണ്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ ഗ്രാൻഡ് ഫാദർ, ഈ മറ്റേ കുട്ടിയുടെ മുത്തശ്ശൻ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പോലീസ് മൊഴിയെടുക്കുകയോ മറ്റോ ചെയ്തോ? വിജയകുമാർ, ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പന്തീരങ്കാവിനടുത്തുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിനോട് ചേർന്നുള്ള ടറഫിൽ വെച്ച് കളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. അതിന്റെ ഭാഗമായി ഇവർക്കിടയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ ഒരു കുട്ടിയുടെ മുത്തശ്ശൻ മറ്റൊരു കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ കുട്ടിയുടെ കവിളിൽ തുടർച്ചയായി അടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഏതായാലും ഈ ഒരു കുട്ടിയുടെ തലയ്ക്കും മുഖത്തിനും കണ്ണിനുമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് ഈ കുട്ടിയെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഏതായാലും ഈ ഒരു കേസിൽ പന്തീരങ്കാവ് പോലീസ് ഏതായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ മർദ്ദിച്ചതിനും മറ്റുമായി ബാലാവകാശ നിയമപ്രകാരം അടക്കം ഈ പ്രതിക്കെതിരെ കേസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അറസ്റ്റ് നടപടികളുമായി പോലീസ് ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല. വരും ദിവസങ്ങളിലും ഈ അറസ്റ്റ് നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അറസ്റ്റ് വൈകുന്നതിൽ മാതാപിതാക്കൾക്കടക്കം പ്രതിഷേധവുമുണ്ട്. വിജയകുമാർ, യെസ്, ഒരു പ്രേക്ഷകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ മുത്തശ്ശ കുട്ടികൾ തന്നെ തീർക്കണമായിരുന്നു അവരവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നൊരു കമന്റ് ഇതാ യൂട്യൂബിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ വളരെ ആപ്റ്റാണ് ആ കമന്റ് എന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് ആ പരാതി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.